രാഷ്ട്രീയ നാടകം തുടരുന്ന ബീഹാറിലേക്ക് കേന്ദ്ര നിരീക്ഷകനെ അയച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലാണ് കേന്ദ്ര നിരീക്ഷകൻ. എൻഡിഎക്കൊപ്പമുള്ള ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചിയുമായി കോൺഗ്രസ് നേതാക്കൾ ആശയവിനിമയം നടത്തി. RJD നേതൃയോഗം തീരുമാനമെടുക്കാൻ ലാലു പ്രസാദ് യാദവിനെ ചുമതലപ്പെടുത്തി. ബീഹാറിലെത്തുന്ന ഭൂപേഷ് ബാഗൽ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച് നേതാക്കളുമായി ചർച്ച നടത്തും. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര നിലവിൽ പശ്ചിമബംഗാളിലാണ് പര്യടനം നടത്തുന്നത്. പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ പാർട്ടികളുമായും ബാഗൽ ചർച്ച നടത്തും. അതേസമയം നിതീഷ് കുമാറിന്റെ NDA പ്രവേശനത്തിൽ പ്രതികരിക്കാൻ BJP ബീഹാർ നേതൃത്വം തയ്യാറായിട്ടില്ല. പട്നയിൽ ചേർന്ന BJP കോർ കമ്മിറ്റി യോഗം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്തു. തീരുമാനങ്ങൾ ലാലു പ്രസാദ് യാദവിന് വിടുന്നതിനാണ് RJD നേതൃയോഗം തീരുമാനിച്ചത്. എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും RJD യോഗത്തിൽ ചർച്ചയായി എന്ന് മനോജ് ഝാ MP അറിയിച്ചു. ഗുണകരമായ ചർച്ചകളാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം നിതീഷ് കുമാറിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും അതിനായി ശ്രമം തുടരുകയാണെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വിളിച്ചിട്ടും നിതീഷിനെ ഫോണിൽ കിട്ടിയില്ല എന്ന് ജയറാം രമേശ് പറഞ്ഞു. പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിൽ ബീഹാർ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെന്ന് JDU നേതാവ് KC ത്യാഗി അഭിപ്രായപ്പെട്ടു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.